ഹലോ ഫ്രണ്ട്സ്, ഞാൻ മനു. ഞാനൊരു സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റാണ്. ഇതെൻ്റെ ഹാക്കിംഗ് ഫ്രം സീറോ ടു ഹീറോ ലെവൽ എന്ന പ്ലേലിസ്റ്റിൻ്റെ 11ാമത്തെ വീഡിയോയാണ്. ഈ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ലെങ്ത് ഉള്ളത് കാരണം ഞാൻ 3-way ഹാൻഡ് ഷേക്സിൻ്റെ വീഡിയോ സെക്കൻഡ് പാർട്ടായിട്ട് പിന്നീട് ചെയ്ത വീഡിയോ ആണിത്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്താണ് 3-way ഹാൻഡ് ഷേക്ക് എന്ന് ഫസ്റ്റ് മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ പർപ്പസ് എന്താണ്? 3-way ഹാൻഡ് ഷേക്കിലൂടെയാണ് നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന എല്ലാ പ്രാക്ടിക്കൽസും മുമ്പോട്ട് പോകുന്നത്. എങ്ങനെയാണ് ഒരു അറ്റാക്കർ നിങ്ങളുടെ മെഷീനിലെ പോർട്ട് ഏതൊക്കെയാണ് ഓപ്പൺ ആയതെന്ന് മനസ്സിലാക്കുന്നത്. അതേപോലെ നിങ്ങളുടെ മെഷീനിൽ ഇപ്പോൾ ഏതൊക്കെ സോഫ്റ്റ്വെയർ റൺ ചെയ്യുന്നുണ്ട്, അത് ഏത് OS ആണ് തുടങ്ങിയ എല്ലാ ഇൻഫർമേഷൻ മനസ്സിലാക്കുന്നത് ഇത് 3-way ഹാൻഡ് ഷേക്ക് ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 3-way ഹാൻഡ് ഷേക്ക് എന്ന കൺസെപ്റ്റ് വളരെ കൃത്യമായി മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എല്ലാ പ്രാക്ടിക്കൽസും ചെയ്യാൻ കഴിയുകയുള്ളൂ. അതിലുപരി അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ 3-way ഹാൻഡ് ഷേക്ക് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനുശേഷമുള്ള പാർട്ടിലായിരിക്കും നമ്മൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഒരു കമ്പ്യൂട്ടർ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 3-way ഹാൻഡ് ഷേക്ക് എന്താണെന്ന് ഓൾറെഡി ഒരു ഐഡിയ ഉണ്ടാവും. എന്നിരുന്നാലും എനിക്ക് ഈ ഒരു വീഡിയോയുടെ കംപ്ലീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് ഇതൊന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഒരുപക്ഷെ ഈ ഒരു ഡയഗ്രാം കണ്ടിട്ടുണ്ടാവുന്നതാണ്. ഒരു ക്ലയൻറ്റ്, സെർവർ, പിന്നീട് 3 റിക്വസ്റ്റുകൾ. സോ ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിപ്പോൾ റീകോൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പഠിച്ച TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിലെ ചില ഫ്ലാഗ്സ് ആണ്. സോ ലാസ്റ്റ് ടൈം നമ്മൾ SYN ഫ്ലാഗ് എന്താണെന്ന് പഠിച്ചിരുന്നു. അതേപോലെ തന്നെ ACK ഫ്ലാഗ് എന്താണെന്നും പഠിച്ചിരുന്നു. സോ ഈ 2 ഫ്ലാഗ്സും ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ മാത്രമാണ് നമുക്ക് എന്താണ് 3-way ഹാൻഡ് ഷേക്ക് എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. സോ ലാസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ക്ലയൻറ്റ്, സെർവർ. ക്ലയൻറ്റിന് ഒരു സർവീസ് വേണം. അതായത് ക്ലയൻറ്റിന് സെർവറിൻ്റെ സൈഡിൽ നിന്ന് ഒരു സർവീസ് വേണം. ഒരുപക്ഷെ അതൊരു FTP സർവീസ് ആയിക്കോട്ടെ, അതായത് ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ സർവീസ് ആയിക്കോട്ടെ. സോ ഈ ഒരു കേസിൽ ക്ലയൻറ്റ് സെർവറിന് ഒരു സിങ്ക് ഫ്ലാഗ് അയക്കുകയാണ്. സോ സിങ്ക് ഫ്ലാഗിൻ്റെ മീനിങ് എന്താണ്? ഇതൊരു കണക്ഷൻ റിക്വസ്റ്റ് ആണ്. അതായത് ഒരു കണക്ഷൻ വേണമെന്ന് ക്ലയൻറ്റ് സെർവറിനോട് പറയുകയാണ്. സോ സിങ്ക് ഫ്ലാഗ് കാണുമ്പോൾ സെർവറിന് മനസ്സിലാവും ക്ലയൻറ്റ് ഒരു കണക്ഷൻ റിക്വസ്റ്റ് അയച്ചിരിക്കുകയാണെന്ന്. ഈ ഒരു കേസിൽ ക്ലയൻറ്റ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത് FTP സർവീസാണ്. അതായത് പോർട്ട് നമ്പർ 2021 റൺ ചെയ്യുന്ന FTP സർവീസാണ് സെർവർ ക്ലയൻറ്റിനായി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഈ സർവീസ് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ക്ലയൻറ്റിന് സെർവർ ആ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഞാൻ ലാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു, അക്നോളജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു കൺഫർമേഷൻ റെസിപ്റ്റാണ്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങി കഴിയുമ്പോൾ അവിടെ നമുക്ക് ബില്ല് കിട്ടില്ലേ, അതൊരു കൺഫർമേഷനാണ്. നമ്മളൊരു പർച്ചേസ് നടത്തിയതിൻ്റെ കൺഫർമേഷനാണ്. അതുപോലെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടന്നു, സിങ്ക് ഫ്ലാഗ് സെർവറിലേക്ക് അയച്ചു. സോ ഈ സിങ്ക് ഫ്ലാഗ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം അതിനൊരു റിപ്ലൈ ആയിട്ടാണ് നമ്മളുടെ സർവീസ് പോകുന്നത്. സോ ഇവിടെ സെർവർ ക്ലയൻറ്റിന് FTP സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. അതായത് ക്ലയൻറ്റ് ചോദിച്ചിരുന്ന FTP സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ്. ആ കൂടെ ഈ ഒരു ഫ്ലാഗും അയക്കും. അതായത് നമ്മൾ അയച്ച സിങ്ക് 1 എന്ന ഫ്ലാഗ് സെർവർ ക്ലയൻറ്റിന് തിരിച്ചയക്കുകയാണ്. ആ കൂടെ ഒരു അക്നോളജ്മെൻറ്റ് ഫ്ലാഗും കൂടെ ആഡ് ചെയ്യും. അതായത് നമ്മൾ അയച്ച സിങ്ക് ഫ്ലാഗിൻ്റെ റിപ്ലൈ ആണിതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ ഇപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ കൊടുത്ത, അതായത് സെർവർ കൊടുത്ത FTP സർവീസ് കിട്ടിയിട്ടുണ്ട്. സോ നൗ ക്ലയൻറ്റ് ഈ സർവീസ് കിട്ടിയ കാര്യം സെർവറിനെ ഇൻഫോം ചെയ്യണം. അതിനാണ് അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഇൻ ഷോർട്ടിൽ ഈ 3 ഹാൻഡ് ഷേക്കിലൂടെയാണ് ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടന്നിട്ടുള്ളത്. ഞാൻ അല്പം കൂടെ സിമ്പിളായിട്ട് പറഞ്ഞു തരാം. അതായത് ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ അയക്കുന്ന ഫ്ലാഗാണ് സിങ്ക് ഫ്ലാഗ്. ഈ സിങ്ക് ഫ്ലാഗിന് ഒരു മീനിങ്ങേ ഉള്ളൂ. അതായത് ഇതൊരു കണക്ഷൻ റിക്വസ്റ്റ് ആണ്. ഈ കണക്ഷൻ റിക്വസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ സെർവർ എന്ത് ചെയ്യും? ഈ ഒരു കണക്ഷൻ, ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണ് ക്ലയൻറ്റിന്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അയച്ച ഫ്ലാഗ് സിങ്ക് ആണ്. സോ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സിങ്ക് ഫ്ലാഗ് വരുന്നത് കാരണം ഓരോന്നിനും ഒരു സീരിയൽ നമ്പർ ഉണ്ടാവും. സിങ്ക് 1, സിങ്ക് 2, സിങ്ക് 3 അങ്ങനെ. ഇവിടെ സിങ്ക് 1 ആണ് കിട്ടിയിരിക്കുന്നത്. സോ സിങ്ക് 1നെ സർവീസ് ചോദിച്ചിരിക്കുന്നത് FTP സർവീസോ അങ്ങനെ ഏതെങ്കിലും ഒരു സർവീസാണെന്ന് വിചാരിക്കുക. സോ ഇവിടെ FTP സർവീസ് റിക്വസ്റ്റ് ചെയ്തപ്പോൾ സെർവർ എന്ത് ചെയ്യും? ആ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട്
അതിൻ്റെ സർവീസ് ക്ലയൻറ്റിന് അയച്ചു കൊടുക്കുകയാണ്. സോ സിങ്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് അറ്റാച്ച് ചെയ്തിട്ടാണ് അയക്കുന്നത്. ഇത് കിട്ടുമ്പോൾ ക്ലയൻറ്റിന് മനസ്സിലാവും ഞാൻ റിക്വസ്റ്റ് ചെയ്ത സർവീസാണ് സെർവർ ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതെന്ന്. അങ്ങനെ ഈ സർവീസ് കിട്ടിക്കഴിയുമ്പോഴത്തേന് ക്ലയൻറ്റ് ഈ ഒരു സർവീസ് കിട്ടിയതായിട്ട് പറഞ്ഞ് സെർവറിന് റിപ്ലൈ അയക്കുന്നതാണ് അക്നോളജ്മെൻറ്റ്. സോ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഒരു എറർ ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ എറർ ഉണ്ടായിട്ട് ഈ ഒരു സിങ്ക് പ്ലസ് അക്നോളജ്മെൻറ്റ് സെർവർ ക്ലയൻറ്റിന് അയച്ചത് ക്ലയൻറ്റിന് കിട്ടിയില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അക്നോളജ്മെൻറ്റും ക്ലയൻറ്റ് അയക്കില്ല. കാരണം സർവീസ് കിട്ടിയെങ്കിൽ മാത്രമേ അക്നോളജ്മെൻറ്റ് അയക്കുകയുള്ളൂ. സോ ഈ ഒരു കേസിൽ സെർവറിന് മനസ്സിലാകും ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സെർവർ എന്ത് ചെയ്യും, ഈ സിങ്ക് ആൻഡ് അക്നോളജ്മെൻറ്റ് ഒന്നും കൂടെ ക്ലയൻറ്റിന് അയക്കും. സോ അങ്ങനെയാണ് ഈ ഇവിടെ ഒരു എറർ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ ഇവർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കേസിൽ ഇവിടെ ക്ലയൻറ്റ് സെർവർ കമ്മ്യൂണിക്കേഷൻ നടന്നു. അതായത് ക്ലയൻറ്റ് സെർവറിന് റിക്വസ്റ്റ് ചെയ്തു, സെർവർ ക്ലയൻറ്റിന് കമ്മ്യൂണിക്കേഷൻ തിരിച്ചയച്ചു, അതായത് സർവീസ് തിരിച്ചയച്ചു. ഇത് ഇവിടെ സക്സസ്ഫുള്ളി കിട്ടിയിട്ടുണ്ട്. ഇനിയും സെർവറിലോട്ട് ക്ലയൻറ്റ് അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് അയക്കുകയാണ്. എന്നാൽ ഈ അയക്കുന്ന അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് എന്തെങ്കിലും ഒരു എറർ കാരണം സെർവറിന് കിട്ടിയില്ലെന്ന് വിചാരിക്കുക. സോ ഈ ഒരു സിറ്റുവേഷനിൽ സെർവർ എന്താണ് കരുതുക, ഞാൻ കൊടുത്ത സർവീസ് ക്ലയൻറ്റിന് കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ക്ലയൻറ്റ് അക്നോളജ്മെൻറ്റ് ഫ്ലാഗ് അയക്കാത്തത്. സോ ഈ ഒരു കേസിൽ സെർവർ പിന്നെയും സിങ്ക് പ്ലസ് അക്നോളജ്മെൻറ്റ് വിത്ത് ദ സർവീസ് അയച്ചു കൊടുക്കും. സോ പിന്നീടാണ് ക്ലയൻറ്റിൻ്റെ അക്നോളജ്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ അപ്പോൾ കൺഫേം ആക്കും സർവീസ് കിട്ടിയെന്ന്. സോ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊരു എറർ ഫ്രീ കമ്മ്യൂണിക്കേഷനാണ്. ഈ TCP കമ്മ്യൂണിക്കേഷൻ ഇതൊരു റിലയബിൾ കമ്മ്യൂണിക്കേഷനാണ്. ഈ റിലയബിൾ കമ്മ്യൂണിക്കേഷനാണ് നമ്മളുടെ എല്ലാ ട്രാൻസാക്ഷനിലും ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. സോ നിങ്ങളുടെ സൈഡിൽ നിന്ന് ക്യാഷ് ഡെബിറ്റായി അത് ക്രെഡിറ്റ് ആയിട്ട് ടിക്കറ്റ് നിങ്ങൾക്ക് കൺഫേം ആകുന്നു. ഇവിടെയെല്ലാം 3 വേ കമ്മ്യൂണിക്കേഷൻ്റെ ഇവിടെയെല്ലാം 3 വേ ഹാൻഡ് ഷേക്സിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ ഇതാണ് TCP കമ്മ്യൂണിക്കേഷൻ റിലയബിൾ ആണെന്ന് പറയാനുള്ള കാരണം. എന്നാൽ ഇതേ 3 വേ ഹാൻഡ് ഷേക്ക് ഉപയോഗിച്ചിട്ടാണ് അറ്റാക്കേഴ്സ് നിങ്ങളുടെ മെഷീനിൽ ഓപ്പൺ സർവീസിനെ കുറിച്ച് ഫൈൻഡ് ചെയ്യുന്നത്. സോ ഇത് നമ്മൾ ഇനിയുള്ള വീഡിയോസിൽ പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും 3 വേ ഹാൻഡ് ഷേക്ക് എന്താണെന്ന് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. സോ 3 വേ ഹാൻഡ് ഷേക്കിൻ്റെ ഇമ്പോർട്ടൻസും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് TCP കമ്മ്യൂണിക്കേഷൻ ഫ്ലാഗ്സിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ലെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും TCP കമ്മ്യൂണിക്കേഷൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള ക്ലിയർ ഐഡിയ കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം.